ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലെത്തിക്കാൻ സമഗ്ര ഇടപെടലാണ് സർക്കാർ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനം സമൂഹത്തിന്റെ പൊതു ഉത്തരവാദിത്വമാണ്. എല്ലാവരെയും ചേർത്ത് നിർത്തിയാണ് നവകേരള സൃഷ്ടി യാഥാർത്ഥ്യമാക്കുക എന്നും ഭിന്നശേഷിക്കാരുമായുള്ള മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരള സൃഷ്ടിയുടെ ഭാഗമായാണ് വിവിധ മേഖലകളിലുള്ളവരുമായി മുഖ്യമന്ത്രി സംവദിക്കുന്നത്. ഭിന്നശേഷി സൗഹൃദ കേരളം നവകേരള കാഴ്ചപ്പാട് എന്ന ആശയം മുൻനിർത്തിയാണ് ഭിന്നശേഷിക്കാരുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി. ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനം സമൂഹത്തിന്റെ പൊതു ഉത്തരവാദിത്തമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഭിന്നശേഷിക്കാർക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതികൾ പരിപാടിയിൽ മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനം സമൂഹത്തിൻ്റെ പൊതു ഉത്തരവാദിത്വമാണെന്നും മറ്റുള്ളവരെ പോലെ അവരെയും ചേർത്ത് നിർത്തേണ്ടത് സമൂഹത്തിൻ്റെ പ്രധാന കടമയാണ് എന്നുമുള്ള കാഴ്ചപ്പാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. വിവിധങ്ങളായ സമീപനങ്ങളെയും സാധ്യതകളെയും സമന്വയിപ്പിച്ച് നിരവധി പദ്ധതികളാണ് ഭിന്നശേഷിക്കാരുടെ വികസനത്തിനായി, സമഗ്ര വികസനത്തിനായി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. 1000-ഓളം വരുന്ന ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർ, ഭിന്നശേഷി മേഖലയിൽ സംഭാവന ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ തുടങ്ങിയവരുമായാണ് മുഖ്യമന്ത്രിയുടെ സംവാദം. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ വി ശിവൻകുട്ടി, ജി ആർ അനിൽ, MLA മാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ മുഖാമുഖം പരിപാടിയുടെ ഭാഗമായി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.